ഞാനിവിടെ എത്തി. അപ്പൊ പറ മോനെ, എവിടുന്ന് ഇതിന്റെ സോഴ്സ്? സാറേ എനിക്കറിയില്ല സാർ, ഞാൻ അവിടെ സോറി. എടാ മോനെ, ഇത്തരം നാടകങ്ങൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. നീ സത്യം പറഞ്ഞു, വെറുതെ ഞങ്ങളുടെ സമയങ്ങളായിരുന്നു. നിന്റെ കൂട്ടാളി ഒന്നും പറയുന്നില്ല. എടോ സർ, ഈ ഫോണൊന്ന് ചെക്ക് ചെയ്തേ. സാറേ എനിക്കൊന്നും അറിയില്ല സാർ. മിണ്ടാരടാ സാറേ, ലാസ്റ്റ് കോൾ ഇവന്റെ തന്നെ പോയിരിക്കുന്നത്, അതുറപ്പാ. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇവന്മാർ രണ്ടുപേരെ ഈ തൊണ്ടിയുടെ മുന്നിൽ നിർത്തി ഒരു ഫോട്ടോ എടുത്തു. ഓക്കെ സാർ, നാളെ നമുക്ക് പത്രത്തിൽ കൊടുക്കാം. ശരി സാർ. സാർ ഇവന്റെ ഫോൺ കുറച്ചു നേരമായിട്ട് അടിച്ചോണ്ടിരിക്കുന്നുണ്ട്. സാർ ഞാൻ സത്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ താഴെ മൂന്നാർ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലെത്തണം, വൈകിക്കരുത്. ഞാൻ വരാം സാർ. ദേവു, ദേവു. സുമി. സാർ സുനിലിനെ. സുനിൽ ഇവിടെ എവിടെയോ. സാർ സുനിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസോ? സുമി, ഒരു ടെൻഷൻ അടിക്കണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കണം. സാറേ സുനിലേ. ആരാ? അച്ഛനാണോ? അച്ഛനോ? അറിയനാ? എന്താടോ? എന്താന്ന് നിങ്ങളല്ലേ സാറേ പറയേണ്ടത്. ഈ സുനില് നിങ്ങളുടെ ആരാ? സാർ സുനിൽ എന്റെ അനിയനാണ് സാറേ. അല്ല, നിങ്ങൾ എന്തടിസ്ഥാനത്തിലാ ഈ പാവം പിടിച്ച ചെറുക്കനെ ഇവിടെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നിരിക്കുന്നത്? നമ്മളൊക്കെ വളരെ ഡീസൻ്റായ ഫാമിലി, അതറിയോ? അതിന് താനാരാ? ഞാനോ? ഞാൻ കോട്ടയം റൂറൽ ബാങ്കിന്റെ മാനേജറാണ്. സുമി അവിടുത്തെ സ്റ്റാഫാണ്. ഞങ്ങൾ ബാങ്കിൽ നിന്ന് ഒരു ടൂർ വന്നതാ. അല്ല, നിങ്ങൾ ഈ വാദിയെ പ്രതിവാക്കുന്ന പഴയ ഇടപാടുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് വേണ്ട കേട്ടോ. ഞങ്ങൾ ഒരുപാട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാ. ഈ ചക്കര തനിക്കറിയോ? അറിയാവുന്നോ? ഞങ്ങൾ യൂത്ത് അല്ലേ, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കാ. ഇവൻ ചെയ്ത കുറ്റം എന്താണെന്ന് എനിക്കറിയോ? എന്താ? കഞ്ചാവ് കടത്തല്. ഇന്ന് ഫുൾ ടൈം ഇവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അറിയോ? പിന്നെ ഇത്തിരി കഞ്ചാവല്ലേ സാറേ, കടത്തിയെങ്കിൽ കടത്തി എന്നൊക്കെ പറയും. നിങ്ങളല്ല ഫോൺ ചെയ്തത്, ആ ഐഡി ഒന്ന് തരൂ. കൊള്ളാം. എടോ, കോട്ടയത്തുള്ള സുമിക്ക് എങ്ങനെയാണ് എറണാകുളത്ത് തന്നെ വന്നത്? അത് കസിനായിരിക്കും അല്ലേ സുമി? അല്ല സർ, ഇത് എന്റെ ഭർത്താവാ. അടിപൊളി, ഇപ്പൊ ഭർത്താവായോ? സുമി തമാശ പറയാതെ. സത്യമായിട്ട് ഇതെന്റെ ഭർത്താവാ സർ. ഇന്ന് രാവിലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ആദ്യ അനിയൻ, പിന്നെ കസിൻ, ഇപ്പൊ ഭർത്താവ്. ആകെ കൂടി ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. അല്ല പെങ്ങളെ, നിനക്ക് 21 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ? ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ. ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. സാറേ ഇങ്ങോട്ട് പറ. സാറേ, എനിക്ക് ഇവനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവൻ ഇതും ചെയ്യും, ഇവന്റെ അപ്പുറം ചെയ്യുന്നവനാ. വണ്ടി ഇരിക്കുമ്പോഴേ അവന്റെ മുഖത്തൊരു കള്ളത്തിനുണ്ടായിരുന്നു സാറേ. നീ അങ്ങനെയല്ലല്ലോ ആദ്യം പറഞ്ഞത്. ഓടാ, ആ മൂലയ്ക്ക് പോയി നിൽക്കടാ. ഒന്ന് മാറുമോനെ. ഡോ, തനിക്ക് ഇപ്പോഴും ഒന്നും പറയാനില്ലേ? ആകാശേ സർ, ആ FIR തയ്യാറായി. ഓക്കെ സർ. സർ പ്ലീസ് സർ, ഞാൻ പറഞ്ഞത് സത്യമാ. ഞാൻ പറഞ്ഞിട്ട് സുനിൽ വന്നത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം, പ്ലീസ് സർ. ഡി നിന്റെ നാടകമൊന്നും ഇവിടെ നടക്കില്ല. സർ, എന്നെ കാണാൻ സുനിൽ വന്നത്. സാറിന് വേണേ ഞങ്ങളുടെ മെസ്സേജ് പരിശോധിച്ച് നോക്കാം. സർ പ്ലീസ് സർ. ഇങ്ങോട്ട് മാറി കിടി. സാറേ, ഈ പയ്യന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇത് ചെയ്ത ആള് മുങ്ങി. സാറിന് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ തരാം. ആ പാവം സ്ത്രീയെ ബുദ്ധിമുട്ടിക്കല്ലേ സാറേ. മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഓരോന്ന് ഇറങ്ങിയിരിക്കുക. നാറി, ഇവൾ ഇത്ര നേരം ഇവിടെ കെഞ്ചിട്ടും നിനക്കൊന്നും പറയാലടാ. നിന്റെ ഭാര്യ അല്ലടാ അവള്. ഡാ മതി നിന്റെ ഡയലോഗ്. നടക്കടാ, എടാ നടക്കടാ. സാർ ഇനി കേസൊന്നും ഫയൽ ചെയ്യില്ലല്ലോ? കേസൊന്നും ആക്കുന്നില്ല. തൽക്കാലം ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പിടിക്കൂ. പിന്നെ എപ്പോ വിളിച്ചാലും വരേണ്ടി വരും. എടോ മാനേജരെ, താനിങ്ങ് വന്നേ. താനേ എത്ര പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞ? ഞാനിത് ഈ
ഈ പ്രാവശ്യം മാത്രമേ ഉള്ളൂ സാർ. പിന്നൊരു ഗുമ്മിന് തന്റെ ഗുമ്മിന്റെ അസുഖം എനിക്ക് മനസ്സിലായി. തനിക്ക് കിട്ടേണ്ടത് സ്ട്രോങ് ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി മേലാൽ വിട്ടോ. ഒരു നിരാശാ കാമുകൻ. ഇവിടെ ഇരിക്കെ. ഹലോ. ആ വാവേ, എവിടാടാ നീ? ചേട്ടന്റെ നിശ്ചയം ഉറപ്പിച്ചേട്ടാ. കല്യാണം എന്തായാലും ഉടനെ ഉണ്ടാവും. നീ എപ്പോഴും ഇങ്ങോട്ട് തിരിച്ചു വരാ? ഞാൻ വിളിക്കാമേ. അല്ലടാ വെച്ച. എന്നാ എന്റെ വീട്ടിൽ തന്നെ പോവല്ലേ? ബ്യൂട്ടിഫുൾ ഹൗസ്. പട്ടിയുണ്ടോ? അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇത് സുമിയുടെ ഫാം ഹൗസാ? അല്ല, ഇതെന്റെ വീടാ. അല്ല അത് അമ്മ ഇച്ചിരി പ്രശ്നോ, ഒന്നും തോന്നല്ലേ. ഒട്ടാണോ? വലതുകാല് വെച്ച് കയറ്. അമ്മേ, ആ, മോള് നേരത്തെ എത്തിയോ? ഇതാരാ കൂടെ ഉള്ള കൊച്ച്? മോളുടെ കൂടെ ജോലി ചെയ്യുന്നതാ? ആ, ഉഫ്. തീരെ വയ്യ മോനെ, അതാ കിടക്കുന്നത്. ഒന്നും തോന്നല്ലേ. മോൻ സുമിനെ കൊണ്ടാക്കാൻ വന്നതാ? അമ്മ ഇതെന്റെ ഭർത്താവാ. ഓ, ഞങ്ങള് കല്യാണം കഴിച്ചു. ആ. നീ എന്താടി പറഞ്ഞത്? നീ കൊച്ചിനെ കെട്ടിന്നോ? നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണമെന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അമ്മയ്ക്കല്ലായിരുന്നോ സങ്കടം ഞാൻ ഈ വീട്ടിൽ കെട്ടാണ്ടിരുന്ന് പോവെന്ന്? ഇപ്പൊ അമ്മയുടെ വിഷമം മാറിയില്ലേ? എന്ന് കരുതി എട്ടും പൊട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? അവിടെ കെട്ടിക്കൊണ്ട് വന്നേക്കുന്നു. അതിന് അമ്മയല്ലല്ലോ കെട്ടിയത്, ഞാനല്ലേ. ആ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചോളാം. ഇനി അമ്മ എന്നെ ഓർത്ത് വിഷമിക്കണ്ട. ഞാൻ എന്റെ കാര്യം നോക്കിക്കോളാം. ആ, അത് എന്റെ വീട്ടിൽ നടക്കൂല. ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കൊള്ളാം. ആ, ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കും. ഞാൻ സുമേഷിനെ വിളിക്കാം. നിങ്ങളെ സുമേഷിന്റെ വീട്ടിൽ പോയി നിന്നോ. അതെ സുമിത്രേ, എന്റെ അടുത്ത് ചാടി കയറാൻ വരുന്ന പോലെ ആ സുനിലിനെ മേക്കിട്ട് കയറരുത്. ആള് സൈലന്റ് ആയിരുന്നാലും വയലന്റാ. ആരെങ്കിലും തരൂ? ഇല്ല. തള്ള പഴയ കരാട്ടയാന്ന് തോന്നുന്നു. ഇത് കുറച്ച് കടന്നു പോയല്ലോ. ചെക്കൻ 23 വയസ്സും പെണ്ണിന് 33 വയസ്സും. സുമിനി ഓക്കെ അല്ലേ? അല്ല, ഈ പ്രായത്തിന്റെ ഒരു കൺഫ്യൂഷൻ ഞാൻ കാരണമാണോ എന്നുള്ളൊരു ഡൗട്ട്. അല്ല പെങ്ങളെ, നിനക്ക് 23 വയസ്സുകാരനെ കിട്ടിയോളോ കെട്ടാൻ?
ഇതൊക്കെയല്ലേ സാർ ഇപ്പോഴത്തെ ഒരു ഫാഷൻ? ഇങ്ങനെ കുറെ ഇറങ്ങിക്കോളും പെണ്ണിന്റെ വില കളയാനായിട്ട്. നീ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഇവനെ പിടിച്ചോണ്ട് വന്നാണോ? നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മുതുക്കി 8 പൊട്ടും തിരിയാത്ത ചെക്കനെയാണോ കെട്ടിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാൻ ഈ നാട്ടുകാർ മൊത്തം എങ്ങനെ നോക്കും? എന്താ സുനിലേ? ചൂടെടുക്കണ്. ഫാനുണ്ടോ? ഫാനില്ല. എന്താ സുനിലേ? വെള്ളം ദാഹിക്കണ്. ബാക്കി എനിക്ക് വേണ്ട. വേണ്ടേ? നിങ്ങളുടെ ഈ ശുശുവിളി ഒന്ന് നിർത്തിയാലേ മനുഷ്യൻ ഇച്ചിരി കിടന്ന് ഉറങ്ങായിരുന്നു. അവന്റെ ഒരു ശുശ്. ഈ തളക ഉറക്കൂല. ഹലോ സുമി, നീ 2 ദിവസത്തെ ലീവ് അപ്ലൈ ചെയ്തിരുന്നില്ലേ? അത് രാഘവൻ സാർ റിജക്ട് ചെയ്തു. നിന്നോട് ഇന്ന് തന്നെ വരാനാ പറയണേ. ഓക്കെ രവി, ഞാൻ വരാം.